നിങ്ങൾക്ക് എന്താണ് ഇന്ന് വൈകിട്ട് സംഭവിച്ചത്? എന്നിട്ട് അതെ ചക്കരേ എന്താണ് സാരി നോക്കിയിരിക്കുകയാണ്. സാരി കണ്ടോ? എൻ്റെ ഈശ്വരേ. എന്ന് പറയണേ ആ എന്നാ കുടിച്ചോ. പറയൂ എന്തെന്നാ മിസ്റ്റർ ശരി, നിങ്ങൾക്ക് എന്താണ് ഇന്ന് വൈകിട്ട് സംഭവിച്ചത്? എന്നിട്ട് അത് വയ്യാതെയായി പോയിടാ. ആ വീടിട്ട് കുറവ് ചോദിച്ചു, എന്താ ഹോസ്പിറ്റലിൽ പറ്റിയത് ചോദിച്ചായിരുന്നു. ശരി. പറയുന്നുള്ളൂ അമ്മച്ചിക്കുട്ടിയെ. അത് എനിക്ക് തോന്നുന്നു ഡീഹൈഡ്രേറ്റഡ് ആയെന്നാണ് ഡോക്ടർ പറഞ്ഞത്. വായിലൊക്കെ വെള്ളം വെച്ചിട്ടേ അങ്ങനെയാണ് പറഞ്ഞത്. അതിന് എന്താണെന്നൊന്നും കറക്റ്റ് നമുക്കറിയില്ലല്ലോ. വായിൽ തൊണ്ടയിലും വായിലൊക്കെ നാക്കിലൊക്കെ വെള്ളം വച്ചിപ്പോയി. ഓക്കെ. അപ്പോൾ വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. മരുന്ന് കഴിക്കണേക്കാൾ മുമ്പ് നന്നായിട്ട് വെള്ളം കഴിച്ച് കഴിഞ്ഞപ്പോൾ അത് ഓക്കെ ആയിരുന്നു. പക്ഷെ നമുക്ക് പേടിയായിപ്പോയി, എന്താണെന്നറിയില്ലല്ലോ. പിന്നെ മരുന്നൊന്നും പ്രത്യേകിച്ച് അധികം കഴിച്ചൊന്നുമില്ല. അല്ല, അവൻ പനി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പനി ഉണ്ടായപ്പോൾ അത് പോയത് മേടിച്ചില്ലായിരുന്നോ? പനി ഒരു ദിവസമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ആ പനി ഒരു ദിവസം അല്ല, അന്ന് പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് മേടിച്ചില്ലായിരുന്നോ? എന്ത് അത് കഴിച്ചായിരുന്നു ഗുളിക? അത് ആ ഡോക്ടർ മാത്രമുള്ളായിരുന്നു. ഡോളോ മാത്രം. ഡോളോയും പിന്നെ മറ്റേത് തന്നത് ഈ ഗ്യാസിൻ്റെ മരുന്നും കൂടി തന്നേ, വേറൊന്നും തന്നില്ലായിരുന്നു. ഓക്കെ. നോക്കാം അതെന്താന്നൊന്നും. അവ ദൈവം ആഗ്രഹം പെട്ടെന്ന് നടത്തി തന്നു. അങ്ങനെ പറയണ്ട. നമ്മുടെ ആഗ്രഹം അങ്ങനെ ആയിരുന്നില്ലല്ലോ. വരല്ലേന്നല്ല പ്രാർത്ഥിച്ചത്. അപ്പം അങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഓപ്പോസിറ്റ് അല്ല, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരിക്കലും ആരുടെയും ജീവിതം വരില്ല. എല്ലാവരും വിചാരിക്കണം നമുക്ക് നന്നായിട്ട് ജീവിക്കണം, നല്ലതായിട്ട് ജീവിക്കണം. എല്ലാവരുടെയും ആഗ്രഹം അല്ലാണ്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആരും ആഗ്രഹിക്കില്ലല്ലോ. എല്ലാവരും ആഗ്രഹിക്കുന്നത് നന്നായിട്ട് ജീവിക്കണം എന്നാണ്. അസുഖം വരരുത്, നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്, സ്മൂത്തായിട്ട് പോകണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല. ഏതൊക്കെയോ വഴിയിലൂടെ പോകും, നമ്മൾ അതിൻ്റെ പുറകെ പോകും, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് എല്ലാവരുടെയും ജീവിതോടാ. രാവിലെ അമ്മച്ചി എന്താ പറഞ്ഞ, എനിക്ക് ആരോഗ്യ ന്യൂ ഇയർ വിഷ് ആയതുകൊണ്ട് ആരോഗ്യത്തോട് ഇരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈകിട്ടായപ്പോൾ ആള് ഹോസ്പിറ്റലിൽ പോയി. അത് ഇത് പറഞ്ഞേ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? അല്ല, എനിക്കിപ്പോൾ 2-3 ദിവസമായിട്ട് വയ്യായിക ഉണ്ടല്ലോ. അതുണ്ട്, പക്ഷെ അന്ന് പോയപ്പോ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്? അന്ന് ഞാൻ ബസ്സിൽ കയറി വൈകിട്ട് ബസ്സിൽ തിരിച്ചു വരാൻ, ജോലി കഴിഞ്ഞ് തിരിച്ചു വരാൻ ഇരുന്നപ്പോഴേ ബസ്സിൽ ഇരുന്നപ്പോഴേ എനിക്കൊരു അസ്വസ്ഥത തോന്നിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേട്ടും പിന്നെ വെള്ളം കുടിച്ചെന്ന് പറഞ്ഞു. അത് ഞാൻ ഇപ്പോൾ ബാക്കിലിരുന്നൊരു ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു അവരോട് ഞാൻ വെള്ളം ഉണ്ടെന്ന്, എനിക്ക് തീരെ ഇത് പറ്റുന്നില്ല. അപ്പം ഞാൻ അവരോട് വെള്ളം ഉണ്ടെന്ന് വെച്ചപ്പോൾ അവർ കുറച്ച് വെള്ളം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ച് തൊണ്ട ഒന്ന് നനച്ചു കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ അത് കഴിച്ചിട്ടും ആ വെള്ളം കുടിച്ചിട്ടും പിന്നെയും ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഡ്രൈ ആവുന്നു. അപ്പം ഞാൻ പിന്നെ അവിടെ ഇറങ്ങിയിട്ട് പരവേശമല്ല, നമുക്ക് വെള്ളം കുടിക്കാനുള്ള ദാഹമല്ല, പക്ഷെ ചുണ്ടും വായും ഇതൊക്കെ ഉണങ്ങിപ്പോകും. ഭയങ്കരമായിട്ട് പേടിച്ചൊരു ദിവസമായിരുന്നു. പേടിച്ച് ഏറ്റവും മെയിനായിട്ട് എന്തറിയോ, ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് പോകുന്നത് ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ മെയിൻ ആദ്യം നേരത്തെ എമർജൻസി ഫ്രണ്ടിലായിരുന്നു, പിന്നെ അത് ബാക്കിലോട്ടാക്കി. അപ്പോൾ ഈ ഓട്ടോക്കാരൻ നേരെ കൊണ്ടിട്ട് എമർജൻസി പുതിയ കൊണ്ട് അതാ പഴയതിലിറക്കി. അതല്ല, ഞാൻ ഓട്ടോയിൽ പോണ വഴിക്ക് ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു ഓട്ടോറിക്ഷയിൽ വെള്ളം ഉണ്ടോയെന്ന് വെച്ചപ്പോൾ ഇല്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ നാക്ക് ഇതാവുക ഡ്രൈ ആവണം. എന്നിട്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞു വണ്ടി നിർത്താൻ പറഞ്ഞ ഒരു ഷോപ്പിലേക്ക് ഞാൻ ഓടി കയറിയിട്ട് വെള്ളം തരാൻ പറഞ്ഞ് അവരോട്. അപ്പോൾ അവർ വെള്ളം എടുക്കാനായിട്ട് അവർ പോയ സമയം പോലും എനിക്ക് നോക്കി വെക്കാൻ പറ്റണില്ല. ഞാൻ എന്നിട്ട് ആ ഇതിൽ തന്നെ പൈപ്പിൽ നിന്ന് തന്നെ ഞാനിങ്ങനെ കൈകൊണ്ട് തന്നെ വെള്ളം വായിലേക്ക് ഒഴിച്ചു. അവരെന്നിട്ട് എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട് പോലും എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഓടി പിന്നെ ഓട്ടോറിക്ഷ കയറി. പക്ഷേ ഓട്ടോറിക്ഷക്കാരൻ മിസ്റ്റേക്ക് വന്നു, അയാൾ പഴയതിൽ കൊണ്ടുവന്ന് എമർജൻസി പഴയതിൽ കൊണ്ടുവന്ന് അവർ പൈസ മേടിച്ചവരങ്ങ് പോയി. ഞാൻ അവർക്കറിയായിരുന്നല്ലോ നമുക്ക് വയ്യായിരുന്നു. എല്ലാവരും ശ്രദ്ധിക്കണം എന്നില്ലല്ലോ. പലരും മനുഷ്യരുടെ പല സ്വഭാവമല്ലേ, പല രീതികളാണ്. നമ്മളിപ്പോൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എന്ത് ചെയ്യും, എനിക്കവിടെ ഞാനിപ്പം മരിക്കും എന്നുള്ളൊരു അവസ്ഥയായിപ്പോയി. നമുക്കടെ മനസ്സിൽ അങ്ങനെയാണ്. എനിക്ക് വേറെ ആരോഗ്യത്തിനൊന്നും ശരീരത്തിന് ക്ഷീണമൊന്നുമല്ല, പക്ഷെ വായിൻ്റെ ഒരു ഭയങ്കര പ്രശ്നമായിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് ഓടി ശരിക്കും പതുക്കെ നടക്കുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് നടക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അവിടെ നിന്ന് ഞാൻ അവിടെ പുതിയ കാഷ്വാലിറ്റിയുടെ അവിടെ ചെന്നു. അങ്ങനെ ഓടിപ്പോയെന്നൊന്നും എനിക്കറിയാൻ വയ്യ. പക്ഷെ അത് നമുക്ക് ഭയങ്കര ഒരു പേടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ മനുഷ്യനൊക്കെ ഓരോ അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. മനസ്സിലായോ? നമുക്കിപ്പോൾ ഞാൻ
ആ ഒരു അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ആർക്കും മനസ്സിലാവില്ല. ഞാൻ അനുഭവിച്ച എനിക്കാണ് ആ സമയത്ത് ഇത് മനസ്സിലായത്. ഇത് വെള്ളം കുറവായത് കൊണ്ടാണ്, അല്ലെങ്കിൽ വെള്ളം കുടിച്ചാൽ ശരിയാകുന്നൊന്നും ഞാൻ ഓർക്കുന്നില്ലല്ലോ. നമുക്ക് പെട്ടെന്ന് ആദ്യമായിട്ടല്ലേ നമുക്ക് വരുന്നത്, ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ടുള്ളൊരു പേടി നന്നായിട്ട് പേടിച്ചു. എന്നിട്ട് പിന്നെ ഇന്നലെ ഞാൻ തിരിച്ച് ടൗണിൽ ബസ് ഇറങ്ങിയിട്ട് ഞാൻ ആ കടയിൽ പോയി. ഇന്നലെ ആ കടക്കാരനോട് ഞാൻ അവരെനിക്ക് വെള്ളം തന്നു, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഇന്നലെ ഞാൻ ആ കടയിൽ പോയായിരുന്നു. എനിക്ക് ഏത് കടയാണെന്ന് എനിക്ക് ഇങ്ങനെ ഞാൻ ഏത് കടയാണെന്ന് പോലും എനിക്ക് ആ സമയത്ത് രൂപം ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മളെ സ്റ്റെർലിങ്ങിൻ്റെ ഒക്കെ ഇപ്പുറത്തായിട്ട് ഒരു ബാഗ് കട, ഇങ്ങനെ ഒരു നീളത്തിലുള്ള ഒരു കടയാണെന്ന് എനിക്ക് അറിയായിരുന്നു. ആ സിഗ്നലിൻ്റെ അവിടെ നിർത്തിയത്. അപ്പം സ്റ്റെർലിങ്ങിൻ്റെ ഒക്കെ ഇന്നലെ ഞാൻ നോക്കി ഇങ്ങനെ പോയി ഏത് കടയാണെന്ന് എനിക്ക് ഒരു ഇതുണ്ടായിരുന്നില്ല. അപ്പം ഈ നീളത്തിലുള്ള ഒരു കടയാണെന്ന് എനിക്കറിയാം. അപ്പം ഇന്നലെ ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ ആ ചേട്ടനെ മനസ്സിലായി എന്നെ കണ്ട് കഴിയുമ്പോൾ. അപ്പോൾ അത് ചോദിച്ചു, ഇന്നലെ ഞങ്ങൾക്ക് ചേച്ചി ഓടി വന്ന് പ്രവേശപ്പെട്ട് ഇങ്ങനെ വെള്ളവും ചോദിച്ചു ഓടിപ്പോയി, ഞങ്ങൾക്കൊന്നും ചോദിക്കാനും പറ്റിയില്ല, എന്ത് പറ്റിയതാണാവോ എന്ന് ഞങ്ങൾ പറയുകയും ചെയ്തു. പിന്നെ അയ്യോ അവർ ഓടിപ്പോയി, നമ്മുടെ പ്രവേശം കണ്ട് അവർ ഓടിപ്പോയി, അവർ വെള്ളം എടുത്തു. അതുകൊണ്ടാണല്ലോ ഞാൻ പിന്നെ ഇന്നലെ ചെന്ന് അവരോട് പറഞ്ഞത് ഇന്ന കാരണം കൊണ്ടായിരുന്നു. എന്നാൽ ഞാൻ ഇന്നലെ അവരുടെ കടയിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പിന്നെ നമ്മൾ ചെയ്യണ്ടേ, അവർക്ക് പിന്നെ എന്താ പറ്റിയെന്നൊരു അവര് പറഞ്ഞ ഓടി വന്നു. അത് പറഞ്ഞു ഓട്ടോറിക്ഷ നിർത്തണേക്കാളും ഞാൻ ചാടി ഇറങ്ങിയോ. ഭയങ്കര പ്രശ്നമായി പോയായിരുന്നു. ഓട്ടോറിക്ഷ നിർത്തണേക്കാളും അവർ നോക്കി നിൽക്കുകയായിരുന്നു. അവർ ആ സമയത്ത് കച്ചവടം ഇല്ലാത്ത സമയമായതുകൊണ്ട് അവരിങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇന്നലെയാണ് അതൊരു ബാഗ് കടയാണെന്ന് എനിക്ക് മനസ്സിലായത്. ഏത് കടയാണെന്നൊന്നും ഞാൻ നോക്കുന്നില്ലല്ലോ. എനിക്ക് അത്രയും ബുദ്ധിമുട്ട് വന്നായിരുന്നു. അത് തന്നെ എനിക്കറിയാം പരപക്ഷം എന്താണെന്ന്. കാരണം അന്നത്തെ എനിക്ക് ബാക്കിൽ കിഡ്നി സ്റ്റോം വന്നപ്പോൾ ഉള്ള പെയിനില്ല, എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിയാൽ മതി എന്നുള്ള ചിന്തയുള്ളത്. അതൊരു ജീവൻ പോണ പോലെ വേദനയാണ്. അല്ല നമ്മൾക്കിപ്പോൾ എന്തൊരു വയ്യായിക വന്നാലും നമുക്കത് സഹിക്കാൻ പറ്റൂല. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു തലവേദന സഹിക്കാൻ വയ്യാത്തതെന്ന് വിചാരിച്ചു. അപ്പോൾ വയറുവേദന വരുമ്പോൾ വിചാരിക്കും അയ്യോ ഇതാണ് സഹിക്കാൻ വയ്യാത്തതെന്ന് പറയും. പല്ലുവേദന വന്നപ്പോൾ അപ്പം നമുക്ക് ഒരു വേദനയും നമുക്ക് സഹിക്കാൻ പറ്റുമൊന്നുമില്ല. ഏത് വേദന വന്നാലും അതിങ്ങനെ നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അമ്മയാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അമ്മ കുപ്പിമൊന്നും പറഞ്ഞു നേരെ ഹോസ്പിറ്റലിൽ ഇത് പറഞ്ഞാണ് അവളുടെ മുമ്പ് എടുത്തിട്ട്. അപ്പൊ നമ്മുടെ സോയിക്കുട്ടിക്കും ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അമ്മക്ക് ഇന്നാളെ എന്താ ഫുൾ ബോഡി ചെക്കപ്പ് ഒരെണ്ണം ചെയ്യണമെന്ന് പറഞ്ഞില്ല ഡോക്ടർ. എന്താ പറഞ്ഞത്? ഫുൾ ബോഡി ചെക്കപ്പോ? അത് ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്തു. അതല്ല മറ്റേത് ഒരു ഇതുണ്ടെന്ന് പറഞ്ഞു, അതിന്റെ റോബോട്ടിക് ടെസ്റ്റ് അത് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ അമ്മ പോകും പേടിയായി. അപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഒന്ന് പോകണം. അങ്ങനെ പേടിച്ചൊന്നും കാര്യമൊന്നുമില്ല. അല്ല പേടിച്ചാലും അതിപ്പോൾ നമ്മുടെ ഏതൊരു അസുഖം നമുക്കിപ്പോൾ ഇതല്ല, വേറെ ഏതൊരു അസുഖം നമുക്കിങ്ങനെ ഒരു ഇത് വന്നാൽ നമുക്ക് അല്ല അത് ഫേസ് ചെയ്യണം. അതൊക്കെ അത്രേ ഉള്ളൂ. അല്ലടാ ഇതിപ്പോൾ നമ്മൾ ഇന്നലെ വിളിച്ച് സംസാരിച്ചത് 7 വയസ്സുള്ള ഒരു കൊച്ചിൻ്റെ അമ്മയാണ്. അവർക്ക് എത്രയോ ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾ ജീവിക്കുന്നത്. അമ്മയുടെ ഇതായതുകൊണ്ടാണ് ഇവിടെ കരഞ്ഞത്. എനിക്കറിയില്ല. അതെന്തിനാ കരഞ്ഞത്? അതെനിക്കറിയില്ല, അതവളോട് ചോദിക്കും. അങ്ങനത്തെ ആൾക്കാരെ വിളിച്ചപ്പോൾ ചോദിക്കോട് പറയരുത് തോർത്ത്. അതൊന്നും അല്ലടാ, അതിന് ഒന്നുമല്ല കരഞ്ഞ. അവള് വേറെ വല്ല ആണെന്ന് പറഞ്ഞു. അത് അവള് ചോദിച്ചപ്പോ അവള് വേറെ കാരണം പറയാ പറഞ്ഞാണ്. ഭയങ്കര വിഷമോടോ അത് ആലോചിച്ചോണ്ടിരിക്കും. അങ്ങനെയൊന്നുമില്ല. അമ്മയുടെ ഒരു പിങ്കാമയോള് എന്താ വേറെ എല്ലാവർക്കും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കരഞ്ഞോണ്ടിരിക്കുന്ന സ്വഭാവം. ഇന്നലെ അത് നമുക്ക് കേട്ടിട്ട് സ്വാഭാവികമായിട്ട് ഞാനിവള് ഒരുമിച്ച് കരഞ്ഞു പോയി എന്നുള്ളതാ. അല്ല ഇന്നലെ മറ്റേ ഇതല്ലേ? അല്ല ഞാൻ ആരെങ്കിലും അയച്ചു തന്നാണോ? എടാ ഫേസ്ബുക്കിൽ കണ്ടതാടാ. ഞാൻ ഫേസ്ബുക്ക് ചുമ്മാ ഒന്ന് ബാങ്കിൽ ചെന്നു, അപ്പോൾ ഇതിൻ്റെ ഒരു ഇത് വന്ന് കിടക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കൊച്ചിന് നമ്മൾക്ക് അത് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഞാൻ ആ കോള് ചെയ്യാനുള്ള ഇതുണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ. ആ കോളേ ചെയ്യാനുള്ള പൈസ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പൈസ എന്ന് വെച്ചാൽ ഞാൻ ഈ പ്രാവശ്യം നെറ്റ് ചാർജ് ചെയ്തപ്പോൾ നെറ്റ് മാത്രമേ ഉള്ളൂ, കോളില്ല. അപ്പോൾ ഞാൻ അവരവിടെ വെച്ച് വിളിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി കിട്ടിയില്ല. അപ്പോൾ എൻ്റെ കോൾ ചെന്നപ്പോൾ പുള്ളിക്കാരത്തിക്ക് അവിടെ റിങ് അടിക്കുന്നുണ്ടായിരുന്നില്ല. ചിലപ്പോൾ മിസ് കോളായിട്ട് അവിടെ വാട്സപ്പിൽ ചെന്ന് കാണും. അപ്പോൾ അതിന് വൈകുന്നേരം തിരിച്ച് വിളിച്ചേ. അല്ലാതെ ആ കൊച്ചിന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ തൃശ്ശൂരുള്ളൊരു ഇതാണ്. അവർക്കധികം പ്രായമൊന്നുമില്ല, അവർക്ക് ക്യാൻസറാണ്. അപ്പോൾ അതിൻ്റെ മോന് 7 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ അവർ 7 വയസ്സാകുമ്പോൾ ആ കൊച്ചിൻ്റെ സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാമെന്ന് അവർ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കത് ഇന്നലെ ആയിരുന്നു ആ കൊച്ചിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ അതിന് പറ്റിയില്ലല്ലോ. അപ്പോൾ പറ്റാതിരുന്ന് കഴിഞ്ഞപ്പോൾ അവർക്കതൊരു വിഷമം, അവരുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് അവർക്കൊരു വിഷമമായിട്ട് അവരത് പോസ്റ്റ് ഇട്ടു, ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാമോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോഴാണ് ഞാൻ അതിനെ വിളിച്ചത്. ഞാനിത് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്പർ എഴുതിയെടുത്തിട്ട് അതിനെ വിളിച്ചത്. പിന്നെ രാത്രി വിളിച്ച് ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അവരുടെയൊക്കെ ബുദ്ധിമുട്ടുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോലും ഉള്ള ഒരു നിവൃത്തിയില്ലാത്ത നമുക്കിപ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം താഴെയുള്ളവർ
താഴെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും അതൊന്നും നമ്മൾ അതേ പറഞ്ഞ ഇന്നലെ ഞങ്ങൾ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്ക് സോണത്തിനും അവർ എന്നിട്ട് ഞാൻ പറഞ്ഞ് വീഡിയോ കോളിൽ വരാമോ എന്ന് ചോദിച്ചു. വീഡിയോ കോളിൽ ഞങ്ങൾ സംസാരിച്ചു. പക്ഷെ അത് ഫുഡ് കറിയൊക്കെ എന്താണെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേട്ട് ഇത് കഞ്ഞി പച്ചരി കഞ്ഞി വെച്ചേക്കുന്ന കറിയൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേട്ട് നമുക്ക് സങ്കടം വന്നു. അതിന്റെ കെട്ടിനും സൈക്കിൾ വേറെ ഒരാൾ വാങ്ങിച്ചു കൊടുത്തൂടാ. ഇന്നലെ വൈകുന്നേരം ഇപ്പൊ വേറെ ഒരാൾ സൈക്കിൾ അല്ല പുതിയത്. അപ്പൊ ഞാൻ ചോദിച്ചു ഇത് എങ്ങനെയാ നിങ്ങൾ സ്വന്തം ഇട്ടതാണ് ഞാൻ. പക്ഷെ ഇവരുടെ പേരിലല്ല എനിക്ക് കിട്ടിയത്, വേറൊരു അപ്പൊ ഷെയർ ചെയ്ത ആൾക്കാരുടെ ഇതിൽ നിന്നാണ് ഞാൻ കണ്ടത്. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്ന ഇത് നമ്മൾ ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഒരു ദിവസം വരാട്ടോ എന്ന് പറഞ്ഞു. പക്ഷെ എന്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ അവര് പുള്ളിക്കാട്ടി ചോദിച്ചു ഇന്ന ആളാണോന്ന് ചോദിച്ചു. ചോദിച്ചു എൻ്റെ സൗണ്ട്. അയ്യോ നീ ആ ചേച്ചിയോട് ചോദിച്ചേക്കേ. ഞാൻ വിളിച്ചപ്പോൾ തന്നെ ചോദിച്ചു എനിക്കറിയാട്ടോ നിങ്ങളെ. അപ്പം ചിലപ്പോൾ അവർ വാട്സപ്പിൽ ചിലപ്പോൾ എൻ്റെ ഫോട്ടോ നോക്കി കാണുമായിരിക്കും. വാട്സപ്പിൽ DP കൊടുത്തത് ഞാൻ അങ്ങനെയാണ്. പക്ഷെ പുള്ളിക്കാറ്റ് പറഞ്ഞാൽ എനിക്ക് സൗണ്ട് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇന്ന ആളല്ലേ എന്നൊക്കെ പുള്ളിക്കാറ്റ് ചോദിച്ചു. നമ്മുടെ വീഡിയോൻ്റെ കാര്യമൊക്കെ ഇട്ട് സോണത്തിലൂടെ നമ്മളോട് വർത്താനം പറഞ്ഞു. വിളിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി. അവർക്ക് ഭയങ്കര ഇതായി. അപ്പോൾ അവരുടെ ഹസ്ബൻഡിനും ജോലിക്ക് പോകാൻ പറ്റില്ല, ഈ ചേച്ചിനെ നോക്കണമല്ലോ, പിന്നെ 7 വയസ്സായി കൊച്ചു അതിന് സ്കൂളിൽ പോകണമല്ലോ. അപ്പോൾ അവർ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവരുടെ ജീവിതമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ മാത്രം നോക്കിയിട്ട് കാര്യമില്ല, എല്ലാവർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ, ഓരോ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്, ബുദ്ധിമുട്ടുകളൊക്കെ. നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രം ബുദ്ധിമുട്ടുള്ളൂ വിഷമമുള്ളൂ എന്ന് വിചാരിക്കും. അതൊന്നുമല്ല, മറ്റുള്ളവർ ഇല്ല. ഞാൻ പറഞ്ഞതല്ല, ഇപ്പം നമ്മളെ താഴെയുള്ളതെന്ന് നമ്മളെക്കാളും ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ കാര്യങ്ങൾ എന്തെങ്കിലും അസുഖം വരുമ്പോൾ നമ്മൾ മേലെ നിൽക്കുന്ന ആൾക്കാരുണ്ട്, പെട്ടെന്ന് താഴോട്ട് പോകണവരുണ്ട്. മനസ്സിലായോ? ഒരു അസുഖം വന്നാൽ മതി, അതോടുകൂടി ആ കുടുംബത്തിന്റെ ഏതൊരു വീട്ടിലാണ് അതാണ് ഇവിടെ എപ്പോഴും പറയണത്. സോയിക്കുട്ടി പറയണത് എന്താ, നമുക്ക് വേറെ ഒന്നും കിട്ടുന്നില്ല, അസുഖം ഒന്നും വരും. എല്ലാവരും ആഗ്രഹം അതാണ്. അപ്പൊ സോയിക്കുട്ടിക്ക് ടെൻഷൻ അടിച്ചോണ്ട് വന്നോണ്ടിരിക്കുകയാണ്. കാരണം ചേച്ചി പോകാൻ ടൈം ആയിട്ടുണ്ട് ഏകദേശം. അപ്പൊ അതിന്റെ തിരിച്ചു വീട്ടിൽ പോകാനല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിൽ സോയിക്കുട്ടി ഉണ്ട്, അതിൻ്റെ ഒരു ടെൻഷനും ഉണ്ട് സോയിക്കുട്ടിക്ക് അല്ലേ. സോയിക്കുട്ടി ആ ചേച്ചിയൊപ്പാണ് ഇപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കണത്. അല്ലടി, നീ എൻ്റെ ഒപ്പം നല്ല അവിടെ നിന്ന് ഉറങ്ങണത്. ഞാൻ എത്ര വന്നപ്പോട്ട് ചേച്ചിയൊപ്പം ഉറങ്ങാൻ പറഞ്ഞത്. ഗുഡ് മോർണിംഗ്. ആരാ പാർവതി പറയുന്നുണ്ട് ചേച്ചിക്ക് ഒരു ദിവസം ഇന്നലെ രാത്രി ഉറങ്ങി, ഇപ്പൊ പറയുന്ന ഒരു മാസം വണ്ടി വന്നു. അയ്യോ അതെ, ഞാൻ വിളിക്കട്ടെ. ഒന്നാമത്തെ ഉണ്ടല്ലോ ഇപ്പൊ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ഇത് വന്ന് ഇതാവണം കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ആശുപത്രി പോക്ക് അത് ഇതെന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോ നമുക്ക് ആകെ ഒരു ഇന്നലെ എപ്പോ ഇറങ്ങിയോ? എനിക്കിട്ടില്ലല്ലോ ഉറങ്ങിയ. പക്ഷെ പെട്ടെന്ന് ഇന്നലെ നേരം പോയ പോലെ രാത്രി രാവിലെ ആയിപ്പോ ഉറങ്ങി. നമുക്ക് 3-ാം തീയതി ആയിപ്പോ ഉറങ്ങിയല്ലേ, ഇനി 3-ാം തീയതി അല്ലേ, 12 കഴിഞ്ഞിട്ട് 12 മണി കഴിഞ്ഞ പിന്നെ പിറ്റേ ദിവസം ആയില്ലടാ. പിറ്റേ ദിവസം ആയില്ല. നമുക്ക് ഇപ്പൊ ഉറങ്ങുന്നു, പിറ്റേ ദിവസം ഉറങ്ങുന്നു. ആ ദിവസം അത് ശരിയാ. ചേച്ചി വന്നാ പിന്നെ അങ്ങനെ അല്ലെ, നമ്മൾ 12 മണിക്ക് നേരത്തെ ഉറങ്ങുമായിരുന്നു. അതുകൊണ്ട് ഇന്ന് കൊച്ചക്കം രാവിലെ എനിക്കിന് പാട്ടുന്നു ഉറക്കമുണ്ട്, കൊച്ചിന് ഭയങ്കര ഉറക്കമുണ്ട്. കളിച്ചോണ്ടിരിക്കല്ലേ. ഇല്ല, ഇന്നലെ വണ്ടിയിൽ വരുമ്പോ ഉറങ്ങി, അത് കാരണം അവൾക്ക് രാത്രി ഉറക്കം അതുണ്ട്. ഇത് ഇന്നലെ വീഡിയോ കണ്ടിട്ട് ഇന്നലെ എത്ര പേരെ വിളിച്ചു ചോദിച്ചെന്നറിയോ എന്താ പറ്റിയെന്ന്. ഇന്നലെ ഞാൻ ഷോട്ട് ഇട്ടിട്ട് ഞാൻ അവിടെ കിടന്നു കഴിഞ്ഞപ്പോഴേ ഞാൻ ഇവനോട് പറഞ്ഞു, ഇവൻ വീഡിയോ ഒന്നും എടുക്കാൻ ഇരുന്ന് വെച്ചതല്ല. ഞാൻ പറഞ്ഞ് ഇങ്ങനെ നമുക്കിപ്പോൾ അവിടെ കിടന്നപ്പോൾ ഒരു ആശ്വാസമായില്ല. അപ്പോഴേ ഞാൻ ഇവനോട് പറഞ്ഞ് രാവിലെ നമ്മൾ പറഞ്ഞ് അസുഖമൊന്നും കൂടാതെ ഈ വർഷം ജീവിച്ചാൽ മതി എന്ന് ചോദിച്ചത് വന്നെന്ന് ഞാൻ തമാശ പറഞ്ഞു. അപ്പോഴാണ് ഞാനിവളൊക്കെ അത് തന്നെയാണല്ലോ പറഞ്ഞു, ഇവളും ഞാനും ഒക്കെ പറഞ്ഞത് നമുക്ക് എല്ലാവരുടെയും ആഗ്രഹം തന്നെയല്ലോ. അപ്പോൾ ഇത് കിടക്കണം പറഞ്ഞു. അപ്പോഴാണ് ഇന്നലെ എത്ര 3-4 പേര് എന്നെ വിളിച്ചു ചോദിച്ചു. നസീറെ വിളിച്ചു, മണിയാൻറ്റി വിളിച്ചു, പിന്നെ ഹോം സയൻസിൽ ഒരു ഇത് വിളിച്ചു, വേറൊരു കൂട്ടുകാരത്തി വിളിച്ചു, കാനഡയിൽ നിന്ന് വരെ നമ്മുടെ സോണിക്കുട്ടി. പിന്നെ ഇവര് വിളിച്ച ആ മറ്റേ ചേച്ചിയിൽ നമ്മുടെ രാജസ്ഥാനിലല്ലേ സോണിക്കുട്ടി ഇന്നലെ ഉറങ്ങി കാണൂലടി. ഇന്നലെ ഉറങ്ങിയിട്ടില്ല അവള്. ഞാൻ അവളെ സോണയില്ലേ കാനഡ ഞാൻ അവളെ കുഴിമാന്തി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവളവിടെ ഉണ്ടാക്കാറുണ്ട്. അതുണ്ടാക്കില്ല ഇവിടെ കേരളത്തിൽ കുഴിമന്തി അവിടെ തണുപ്പത്ത് കുഴിമന്തി കഴിച്ചിട്ട് കാര്യമില്ല, ടേസ്റ്റ് ഉണ്ടാവില്ല. അവരിപ്പോ തണുപ്പത്തല്ലോ അല്ല, അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇവിടുത്തെ ഉണ്ടായി.
അവളിവിടെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ അവള് നമുക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ കുഴിയില്ലെന്നുള്ളൂ. അവിടെ എന്നാൽ പോലും റൈസൊക്കെ ഉണ്ടാക്കി അവള് അതുപോലത്തെ ചിക്കനൊക്കെ അതുപോലെ തന്നെ അതൊക്കെ ഈ നമ്മുടെ യൂട്യൂബിൽ എല്ലാത്തിൻ്റെയും ഇതുണ്ടല്ലോടാ. അപ്പോൾ അത് നോക്കിയൊക്കെ എല്ലാവരും ഉണ്ടാക്കും. ഒന്നും പറഞ്ഞില്ല. പറഞ്ഞല്ലോ അവള് നേരത്തെ. ഗ്രീൻ പീസ് ഗ്രീൻ പീസ് ആണ്. എന്താ പറയാ അവര് എണീച്ചിട്ട് എവിടെങ്കിലും ചേട്ടാ ഇത് ഉണ്ടോ കഴിക്കണേ? എവിടെ? ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എനിക്ക് ചെയ്യേണ്ട കാര്യം എന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു തരും. നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് ഫുഡ്. ദാറ്റ്സ് ഓൾ. നമ്മൾ മനുഷ്യർ ഫുഡിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഭൂമിയിൽ ജനിച്ചു വീണ് കഴിഞ്ഞാൽ ഫുഡാണ് ഈ ജീവിച്ച് പോകണ്ടേ, അതിന് പൈസയാണ് ഫുഡ്. പെട്രോൾ അടിക്കണ്ടേ ഈ വണ്ടിക്ക്, അത് തന്നെ. എന്തെങ്കിലും ഒന്ന് നല്ലത് കാട്ടെ എന്ന് വിചാരിച്ചു നമ്മൾ അതും പോയി ഫസ്റ്റ് വർഷം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഫസ്റ്റ് എനിക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇപ്പം നമ്മൾ ചിലപ്പോൾ അയ്യോ ഇന്ന് 1-ാം തീയതി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മൊത്തം എനിക്ക് പണ്ടേ തുടങ്ങി അങ്ങനത്തെ വിശ്വാസമൊന്നുമില്ല. അപ്പോൾ ഈ 1-ാം തീയതി ഈ ഹോസ്പിറ്റലിൽ മൊത്തം എത്രയോ ആൾക്കാർ അസുഖമായിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ വെറുതെ അന്ധവിശ്വാസമായിട്ട് ഞാൻ കണക്കാക്കുള്ളൂ. എനിക്കതിലൊന്നും വിശ്വാസമില്ല. അതെ, നമ്മളങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല. അത് ശരിയാണ്. നമ്മളിപ്പോൾ ഒരു പ്രായം കഴിയുമ്പോണ്ടല്ലാണ് നമുക്ക് ലൈഫ് ഇനിയും വരാനുള്ളത്. മനസ്സിലായോ? ഒരു 30 വയസ്സ് കഴിഞ്ഞ് ഇത്ര, അത് 30-40 വയസ്സ് കഴിയുമ്പോൾ അസുഖങ്ങൾ കൂടി വരുമല്ല. മനുഷ്യൻ്റെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. आज राजगिरी हस्पिटल 11 बजी. नेपाली चट्नु आमा अलिक बिसन्च छ अन्त लगिदिनु. हुन्छ എന്ന് വെച്ചാൽ കണ്ടോ, നമുക്ക് നേപ്പാളി സംസാരിക്കുന്ന ഇങ്ങനെ കിട്ടുമ്പോ എന്താ ലാസ്റ്റ്. ഞങ്ങളെ കുറ്റം പറയാലോ ഫ്രണ്ടിൽ അല്ല. गुड मॉर्निंग दीदी. जाएगा? रिटर्न गोइंग only 3 days. अभी इधर बोरिंग है. बोरिंग नहीं. അമ്മച്ചേ കളറാക്കണ്ട ലൈഫ്. കളറാണല്ലോ. കളറാണല്ലോ അത്. ഈ കളറല്ല, ഡ്രസ്സിന്റെ കളറല്ല പറഞ്ഞത്. എന്ത് കളറ്? നമുക്ക് അങ്ങനെയൊന്നുമില്ല. നമ്മൾ ജീവിച്ചു പോകണം, അങ്ങനെ അത്രേ ഉള്ളൂ. വലിയ ആഗ്രഹങ്ങളും അങ്ങനെ ഇതൊന്നുമില്ല. സന്തോഷം സമാധാനം അതാണ് വേണ്ടത്. പിന്നെ പിന്നൊരു കാര്യം, ആൾക്കാർ ഈ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ഇതിൽ പറയുന്നുണ്ട്, ഇങ്ങനെ അപ്പു അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അല്ലേ, പക്ഷേ ഈ എങ്ങനെ നിന്നെ പറ്റി ഇങ്ങനെ മോശമൊക്കെ പറയും. മോശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മക്ക് കൊള്ളുന്നുണ്ട്, അല്ലടാ. ഇപ്പൊ തെറ്റ് ചെയ്ത തെറ്റ് പറഞ്ഞു വെച്ചൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിപ്പോ അങ്ങനെ എല്ലാവർക്കും ഒരാള് നിന്നെ മനഃപൂർവ്വം നിന്നെ ഇഷ്ടമല്ലാത്ത രീതിയിൽ ഇങ്ങനെ കൊണോണാന്ന് പറയുന്നുണ്ട്. അതിങ്ങനെ എന്ത് വൈരാഗ്യം പോലെ പറയുന്നുണ്ട്. അല്ല, 2-3 ചെറിയ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് ഒരു ആ ഒരു കമന്റ് വരികയില്ല. അല്ല, അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോക്ക് അവിടെ തെരു പറഞ്ഞുകൊണ്ടിരിക്കേണ്ട, ആ വീഡിയോക്ക് ഒന്നും പറയില്ല. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ചില ആൾക്കാർ ഇന്നലെ ഞാനൊരു കമന്റ് കണ്ടു കേട്ടോ, അവന് എത്ര നന്നായിട്ടാ കുടുംബം നോക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആരാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നീ നന്നായിട്ട് കുടുംബം നോക്കുന്നുണ്ടല്ലോ, ഇത്തിരി ദേഷ്യമൊക്കെ മനുഷ്യനല്ല, ഇത്തിരി ദേഷ്യമൊക്കെ ഉണ്ടാവും, എന്നാലും നന്നായിട്ട് കുടുംബം നോക്കുന്നുണ്ടല്ലോ. ഞാൻ നിന്റെ വലിയൊരു ഇതായിട്ടല്ല ഞാൻ പറഞ്ഞത്, നിനക്ക് ഇത്തിരി ദേഷ്യം കൺട്രോൾ ചെയ്യുന്നുള്ള രീതിയിൽ ഞാൻ അതെപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അതല്ലാതെ കൊണ്ട് നീ അങ്ങനെ മോശക്കാരനാണെന്നൊന്നും നമ്മൾ പറഞ്ഞില്ലല്ലോ. അങ്ങനെ നീ മോശക്കാരനാണെങ്കിൽ നമുക്ക് ഇത്രയും സന്തോഷമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് ചില ആൾക്കാർ ഇങ്ങനെ എഴുതണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് ഇവനോട് എന്തോ ദേഷ്യം എഴുതി വെക്കുന്ന പോലെ എന്ന് തോന്നുന്നു. പിന്നെ ഞാൻ അല്ലടാ, ഇപ്പം എല്ലാ മനുഷ്യരിലും നന്മകളെക്കാൾ കൂടുതൽ തിന്മകളായിരിക്കും. നന്മകൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. നന്മകൾ കൂടുതൽ നമുക്ക് നെഗറ്റീവായിരിക്കും നമ്മുടെ മനുഷ്യർ. എന്ന് വെച്ചാൽ അസൂയ, കുശുമ്പ്, പൗശന്യം, ഇങ്ങനെ അങ്ങനത്തെ അതൊക്കെയല്ലേ ആൾക്കാരിൽ ഉണ്ടാവുമല്ലോ. പിന്നെ അത് കൺട്രോൾ ചെയ്ത് നമ്മൾ ജീവിച്ചു പോകണം, അത്രേ ഉള്ളൂ.
അപ്പോൾ അപ്പോൾ അല്ല അപ്പോൾ ഈ എല്ലാവരും വിചാരിക്കണം എല്ലാവരിലും നന്മയുണ്ട് തിന്മയുണ്ട്. നമുക്കിപ്പോൾ ഞാനിപ്പോൾ അത് നമ്മൾ ഇത്രയും പ്രായമായി കഴിയുമ്പോഴേ നമ്മളതിങ്ങനെ ചിന്തിക്കുന്നേ. ചെറുപ്രായത്തിൽ നമ്മൾ ചിന്തിക്കില്ല. വേറൊരാളെ നമ്മൾ കണ്ടു കഴിയുമ്പോൾ അയ്യോ അവരങ്ങനെ ചെയ്തു, അവൾ അങ്ങനെ ഉണ്ടോ ഇങ്ങനെ പറയുമ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എന്താ, അത് ശരിയാ. ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ സ്വന്തം കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനേക്കാളും മോശമായിരിക്കും. അതുകൊണ്ട് പക്ഷെ ചിന്തിക്കില്ലല്ലോ. അതുകൊണ്ട് പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്തല്ലോ, നമുക്ക് ഇപ്പം ആർക്കാണെങ്കിലും നല്ല സംസാരം, നല്ല അല്ലെങ്കിൽ നല്ല കാണാൻ ലുക്ക്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ പെരുമാറ്റമൊക്കെ നമ്മുടെ സ്വന്തം ഇതുപോലെ ഇരിക്കും. അല്ലാതെ ഒരാളുടെ സംസാരം അല്ലെങ്കിൽ അവരുടെ സൗണ്ട്, അവരുടെ പുറമെയുള്ള ഇതൊന്നും നമ്മുടെ കഴിവുകൊണ്ട് കിട്ടുന്ന കാര്യമല്ല. മനസ്സിലായോ? ഇതൊക്കെ ദൈവം തരുന്ന കാര്യങ്ങളാണ്, നമ്മുടെ ജന്മന ഉണ്ടാവുന്ന കാര്യങ്ങൾ. അതിലൊന്നും നമ്മൾ ആരെയും കളിയാക്കോ കുറ്റപ്പെടുത്തോ ഒരിക്കലും ചെയ്യരുത്. ചിലപ്പോൾ പല്ല് എനിക്ക് ഇപ്പൊ പണ്ട് സംസാരിക്കുന്ന ഒരു വിക്ക് പോലെ, അങ്ങനെ 100% 1% വിക്ക് പോലെ വരുന്നുണ്ട്. ആ ഒരു ഇത് സംസാരിക്കുമ്പോൾ തടയണ പോലെ. അത് ചിലപ്പോൾ ഞാൻ ഇപ്പൊ തലച്ചോറിലുള്ള സ്പീഡ് എനിക്ക് വായി കിട്ടുന്നില്ല. കോടാനുകൂടി ആൾക്കാരുള്ളതാണല്ലോ ഈ ഭൂമി. എന്റെ കറക്റ്റ് സ്വഭാവവും രീതികളുള്ള വേറൊരാളെ കാണിച്ചു തരാമോ? ഇല്ല. അപ്പൊ എത്രയോ വ്യത്യസ്തമായ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതായത് തന്മാത്ര പോലും അതല്ല, എന്തോ ഏറ്റവും ചെറിയൊരു ഇതുപോലെ വ്യത്യസ്തമാണ്. ഇപ്പൊ ദേഷ്യം വരുന്നതാണേലും സന്തോഷമാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള കുശുമ്പ്, അസൂയ, പൗശന്യം, എന്ത് നമ്മുടെ ഉള്ളിലുള്ള എത്ര ഗുണങ്ങൾ, അതൊക്കെ ഇത്രയും എല്ലാ ആൾക്കാർക്കും ഡിഫറെൻ്റ്. ചെറിയ ചെറിയ മൈന്യൂട്ടിൽ എന്നെ പോലെ അല്ലെങ്കിൽ നിന്നെ പോലെ കറക്റ്റ് സ്വഭാവമുള്ള വേറൊരാളെ ഞാൻ കണ്ടിട്ടില്ല. കുറേ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടാകും. അതങ്ങനെയാണ് മനുഷ്യര്. പിന്നെ ഞാൻ പറഞ്ഞില്ല, നമ്മളിപ്പോൾ ആരെയും കളിയാക്കിട്ടോ. ഇപ്പൊ ഓരോരുത്തരുടെ സ്വഭാവം, എല്ലാവരും ജനിക്കുമ്പോൾ നല്ല പ്യൂർ ഹാർട്ടഡാണ് ജനിക്കുന്നത്. വരുന്ന സാഹചര്യവും അവരുടെ പ്യൂർ ഹാർട്ട് എന്ന് വെച്ചാൽ പിന്നെ അവരുടെ ഓരോ ആൾക്കാരുടെ നമ്മൾ ജനിക്കുന്നതൊക്കെ എല്ലാവർക്കും ഇത്. പക്ഷേ പിന്നെ ജനിക്കുമ്പോഴാണെങ്കിൽ പോലും ജീവിത സാഹചര്യം കൊണ്ട് മാറിപ്പോകുന്ന ആൾക്കാരുണ്ട്. പിന്നെ അവരുടെ ജീനുകളുടെ ഇതിന് മാറിപ്പോകുന്ന അവരുടെ സ്വഭാവം, അങ്ങനെയൊക്കെ. നമ്മൾ പിന്നെ ആരെയും പ്രത്യേകിച്ച് കളിയാക്കാനോ അവരുടെ ഇപ്പോൾ ഒരിതിൽ നമ്മൾ ആരെയും അവരുടെ താഴ്ചയിൽ അല്ലെങ്കിൽ അവരുടെ വൈകല്യത്തിൽ നമ്മളവരെ പരിഹസിക്കാനോ നമ്മുടെ മേന്മയിൽ നമ്മൾ അഹങ്കരിക്കാനോ ഒരിക്കലും നിൽക്കണ്ട. ഇതൊക്കെ ഒരു ക്ഷണനേരം മാത്രം മതി. ഒരു ക്ഷണിക നേരം കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് എന്ത് മേന്മയുണ്ടോ അതിൽ അഹങ്കരിക്കാൻ നിൽക്കണ്ട. മറ്റുള്ളവരിൽ എന്ത് അല്ലെങ്കിൽ അവരിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ അത് നമ്മൾ പുച്ഛിക്കാനും നിൽക്കണ്ട. നമ്മുടെ ശത്രു വന്നിരിക്കുന്നു. എൻട്രി വന്നിരിക്കുന്നേ. വന്നേ. ഒരു കമന്റ് കണ്ട എന്റെ അമ്മേനെ നാഷണൽ അമ്മയായിട്ട്, ദേശീയ അമ്മയായിട്ട്. എടാ അത് കളിയാക്കി പറഞ്ഞതാണ്. പ്രഖ്യാപിക്കട്ടെ. എടാ അത് കളിയാക്കി പറയണതാ. നമ്മളതിലും കിട്ടണ്ട. നമുക്കറിയില്ല നമ്മുടെ സ്വഭാവം. അല്ലടാ, ഇന്നലെ ആ ചേച്ചി വിളിച്ചു കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, അവര് പറഞ്ഞു അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ. ഞാൻ പറഞ്ഞു ഞങ്ങള് ഇത് കാണുന്ന പോലെയൊന്നും അല്ല, നമ്മളിൽ ഇഷ്ടം പോലെ നെഗറ്റീവുകളുണ്ട്. അല്ലാണ്ട് നമ്മള് അയ്യോ 100%. ഇപ്പൊ അമ്മ വീഡിയോ കാണുന്ന പോലെയാണ്. ഇപ്പൊ ഒരാള് നമ്മുടെ അടുത്തറിഞ്ഞാലേ നമ്മുടെ സ്വഭാവം ശരിക്കും അറിയുള്ളൂ. ചിലപ്പോ ഇപ്പൊ വീഡിയോ കാണുമ്പോ നമ്മളെല്ലാവരും നല്ല കാര്യങ്ങളും പറയും, എല്ലാവരും പോസിറ്റീവ് തന്നെ പറയുള്ളൂ. അപ്പൊ ആൾക്കാർ വിചാരിക്കും അയ്യോ ഇത് തന്നെയാണ് ആൾക്കാരെന്ന് വിചാരിക്കും. പക്ഷെ അതല്ല, നമ്മളിൽ എത്രയോ നെഗറ്റീവുകൾ ഉണ്ടാവും. അത് നമ്മുടെ ഒപ്പം നിന്നാൽ അവർക്ക് 24 മണിക്കൂർ കാണുമ്പോൾ മനസ്സിലാവും. ചിലപ്പോ ഓ ഇതാണോ പാവ എന്റെ സോയിക്കുട്ടി അല്ല അവര് അനുഭവിക്കണം അല്ലേ? അനുഭവിക്കുന്നുണ്ട്. പാവം. ഞങ്ങള് കുറച്ച് കാര്യങ്ങളൊക്കെ ഇറങ്ങിട്ട് ഒന്ന് പോയിട്ട് വരാം കേട്ടാ. ഹോസ്പിറ്റലിൽ പോയിട്ട് വരാന്ന്. ഞാൻ പറഞ്ഞ് കേൾക്കൂലല്ലോ. 1-ാം തീയതി ജോലിക്ക് വിടും. ലീവ് എടുക്കാം. പിന്നെ ലീവ് എടുക്കേണ്ട സമയത്ത് എടുക്കണ്ടേ? 2 ദിവസം ലീവ് എടുത്താൽ മാറിയായിരുന്നു.